അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ പ്രതിനിധികളുണ്ട്. ഷഫീഖ് താമരശ്ശേരിയുടെ സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഷഫീഖിൽ നിന്ന് തുടങ്ങാം. ഷഫീഖ്, നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഈ ഡ്രഗ്സ് പിടിക്കുന്നു, മയക്കുമരുന്ന് പിടിക്കുന്നു എന്നുള്ള വാർത്ത കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അക്രമ വാർത്തകൾ പിടിക്കുന്നു. താമരശ്ശേരി എന്ന് പറയുമ്പോൾ താമരശ്ശേരിയിലാണ് ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം. അത് ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് സഹപാഠികൾ ആക്രമിച്ച ആ കുട്ടി മരിക്കുകയും ചെയ്തു. അപ്പോൾ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ആ വഴിക്ക് നമ്മൾ മുക്കത്തേക്ക് എത്തുകയാണ്. എന്താണ് പറയാനുള്ളത്? ഈ പ്രത്യേകിച്ചും നിസാർ പറഞ്ഞ പോലെ തന്നെ സമീപകാലത്ത് പല വാർത്തകൾ തുടർച്ചയായി താമരശ്ശേരിയിൽ നിന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട ക്രൈമുകൾ ആവർത്തിച്ച സമയത്ത് വ്യക്തിപരമായി നമുക്ക് പലരോടും മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട് എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. അത് നമ്മൾ ഈ മഞ്ചേരിയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നത് മുതൽ നാട്ടുകാരായ ആളുകൾ നമ്മളോട് പ്രതികരിക്കുന്ന അവരുടെ പ്രതികരണങ്ങളിൽ ഞാൻ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അതായത് ഓരോ ആളുകളും ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ, ഒരു കുടുംബാംഗം എന്നുള്ള നിലയിൽ, ഒരു സമൂഹത്തിൽ ഒപ്പം ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവരോരോരുത്തരും അനുഭവിക്കുന്ന വലിയ വേദന അവരുടെ വാക്കുകൾ നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ സ്വന്തം കുട്ടികളെ, മക്കളെ വലിയ പ്രതീക്ഷകളുമായി, ജീവിതത്തെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളുമായി മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് അവരുടെ ഓരോ വളർച്ചയും കാത്തിരിക്കുന്ന രക്ഷിതാക്കൾക്ക് തങ്ങളുടെ മക്കളിങ്ങനെ അപ്രതീക്ഷിതമായ പല ക്രൈമുകൾക്കകത്ത് പെടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാതെ പെട്ടുപോകുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ഒരർത്ഥത്തിൽ നമുക്ക് സങ്കടകരമായി തോന്നുന്ന ഒരു കാര്യം, ഈ പ്രദേശം ഇങ്ങനെ ഒരു ലഹരിയുടെ പേരിൽ ചരിത്രത്തിൽ അടയാളപ്പെടേണ്ട ഒരു സ്ഥലമായിരുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം വളരെ സമ്പന്നമായ ഒരു ചരിത്രമുള്ളൊരു പ്രദേശമാണ് ഇത്. വയനാടൻ മലനിരകളുടെ താഴ്വാരം എന്ന് പറയാൻ കഴിയുന്ന കോഴിക്കോടും മലപ്പുറമൊക്കെ അതിര് പങ്കിടുന്ന ഈ പ്രദേശങ്ങൾ, അത് ചാലിയാറും ഇരവഞ്ഞിപ്പുഴയും പൂനൂർ പുഴയും കക്കയം വനമേഖലയും കോടഞ്ചേരിയും തുഷാരഗിരിയൊക്കെ അടക്കുന്ന വളരെ പ്രകൃതി സമ്പന്നമായ ഒരു പ്രദേശം, വലിയ കാർഷിക പാരമ്പര്യമുള്ള ജനങ്ങൾ ജീവിച്ചിരുന്ന മണ്ണ്, കൂലിപ്പണിക്കാരായ തൊഴിലാളികളുടെ വലിയ മുന്നേറ്റങ്ങൾ നടന്നിട്ടുള്ള പ്രദേശം. അത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളും കുടിയേറ്റക്കാരായ മലയോര ജനതയുടെ വലിയ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ മനുഷ്യരും ഇടകലർന്ന് ജീവിക്കുന്ന വളരെ സമ്പന്നമായ ഒരു പ്രദേശം ചരിത്രത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വിപത്തിലേക്ക് പോയിരിക്കുകയാണ്. ഈ എല്ലാ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും ഈ നാടിൻ്റെ ഒരു സമൃദ്ധിയെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി.